Hello everyone, welcome back to Smart Learn by Geetha. ഇന്നത്തെ ക്ലാസ് ബിഗിനേഴ്സിനുള്ള ഒരു സ്പീക്കിംഗ് പ്രാക്ടീസ് ആണ്. ബിഗിനേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഇംഗ്ലീഷിന്റെ പോസിറ്റീവ് സെന്റൻസ് ഞാൻ പറയും, അതിന്റെ നെഗറ്റീവ് സെന്റൻസ് നിങ്ങൾ പറയണം. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ടാകും. കാരണം ഒരു പോസിറ്റീവ് സെന്റൻസ് കേട്ട് കഴിഞ്ഞാൽ അതിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുക ഓക്കെ ജസ്റ്റ് നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നെഗറ്റീവ് സെന്റൻസ് കിട്ടും എന്നല്ലേ. പക്ഷേ നോട്ട് മാത്രം ചേർത്ത് കഴിഞ്ഞാലും പല സെന്റൻസുകളും നമുക്ക് നെഗറ്റീവ് ആക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സെന്റൻസുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസും ഉണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യുന്നത് എല്ലാം മിക്സ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പലതും കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നുണ്ടാകും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ പറയുന്ന പോസിറ്റീവ് സെന്റൻസിന്റെ നെഗറ്റീവ് സെന്റൻസ് നിങ്ങൾ പറയുക. അതായത് നിങ്ങൾ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ നിങ്ങളത് ജസ്റ്റ് മൈൻഡിൽ ഇങ്ങനെ ജസ്റ്റ് ആലോചിച്ച് വെക്കരുത്. പറഞ്ഞു തന്നെ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും അത് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു ചെറിയ ഹോംവർക്ക് തരാം. ആ ഹോംവർക്ക് നിങ്ങൾ ആ പോസിറ്റീവ് സെന്റൻസിന്റെ നെഗറ്റീവ് സെന്റൻസും നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലായോ എന്ന് അറിയാനും പറ്റും. ആദ്യത്തെ സെന്റൻസ് പോസിറ്റീവ് സെന്റൻസ് ആണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു ഡാൻസർ ആണ്. ഐ ആം എ ഡാൻസർ. പിന്നെ നിങ്ങൾ എന്താ പറയേണ്ടത്? ഞാൻ ഒരു ഡാൻസർ അല്ല. എങ്ങനെ പറയും? ഐ ആം നോട്ട് എ ഡാൻസർ. അപ്പോൾ ഐ ആം എ ഡാൻസർ, ഐ ആം നോട്ട് എ ഡാൻസർ. ഇനി അടുത്ത സെന്റൻസ്, അവൾ തിരക്കിലാണ്. ഷി ഈസ് ബിസി. നിങ്ങൾ എന്ത് പറയണം? അവൾ തിരക്കിലല്ല. എങ്ങനെ പറയും? ഷി ഈസ് നോട്ട് ബിസി. ഷി ഈസ് ബിസി, ഷി ഈസ് നോട്ട് ബിസി. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ്, അവൻ എഴുതുകയാണ്. ഹി ഈസ് റൈറ്റിംഗ്. നിങ്ങൾ എന്ത് പറയണം? അവൻ എഴുതുകയല്ല. എങ്ങനെ പറയും? ഹി ഈസ് നോട്ട് റൈറ്റിംഗ്. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ്, എൻ്റെ മകൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. മൈ ഡോട്ടർ ലൈക്സ് ചോക്ലേറ്റ്. നിങ്ങൾ എന്താ പറയണ്ടേ? എൻ്റെ മകൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല. എങ്ങനെ പറയും? മൈ ഡോട്ടർ ഡസൻറ്റ് ലൈക്ക് ചോക്ലേറ്റ്. അപ്പം മൈ ഡോട്ടർ ലൈക്സ് ചോക്ലേറ്റ്, മൈ ഡോട്ടർ ഡസൻറ്റ് ലൈക്ക് ചോക്ലേറ്റ്. നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണേ, ആ വേർബും ഒക്കെ ശ്രദ്ധിച്ചോ. ഇനി അടുത്ത സെന്റൻസ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ദേ സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പൊ നെഗറ്റീവ് എന്താണ്? അവർ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. എങ്ങനെ പറയും? ദേ ഡോണ്ട്. ദേ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ദേ സ്പീക്ക് ഇംഗ്ലീഷ്, ദേ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ്, ഞാൻ ഇന്നലെ എൻ്റെ റൂം വൃത്തിയാക്കി. ഐ ക്ലീൻഡ് മൈ റൂം യെസ്റ്റർഡേ. നെഗറ്റീവ് എന്താണ്? ഞാൻ ഇന്നലെ എൻ്റെ റൂം വൃത്തിയാക്കിയില്ല. എങ്ങനെ പറയും? ഐ ഡിഡ്ന്റ്. ഐ ഡിഡ് നോട്ട്. ഐ ഡിഡ്ന്റ് ക്ലീൻ മൈ റൂം യെസ്റ്റർഡേ. ഐ ഡിഡ്ന്റ് ക്ലീൻ മൈ റൂം യെസ്റ്റർഡേ. ഐ ക്ലീൻഡ് മൈ റൂം യെസ്റ്റർഡേ. ഐ ഡിഡ്ന്റ് ക്ലീൻ മൈ റൂം യെസ്റ്റർഡേ. ശ്രദ്ധിച്ചോ? ക്ലീൻഡ്, ക്ലീൻ, ഡിഡ് നോട്ട്, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ പറയുന്ന സമയത്ത്. ഇനി അടുത്ത സെന്റൻസ്, അവർ കഴിഞ്ഞ ആഴ്ച ക്രിക്കറ്റ് കളിച്ചു. ദേ പ്ലേഡ് ക്രിക്കറ്റ് ലാസ്റ്റ് വീക്ക്. നെഗറ്റീവ് എന്താണ്? അവർ കഴിഞ്ഞ ആഴ്ച ക്രിക്കറ്റ് കളിച്ചില്ല. ദേ ഡിഡ്ന്റ്. അവിടെയും ദേ ഡിഡ് നോട്ട് എന്നുള്ളതിന്റെ ദേ ഡിഡ്ന്റ് പ്ലേ ക്രിക്കറ്റ് ലാസ്റ്റ് വീക്ക്. ദേ ഡിഡ്ന്റ് പ്ലേ ക്രിക്കറ്റ് ലാസ്റ്റ് വീക്ക്. ഇനി അടുത്ത സെന്റൻസ്, ഞങ്ങൾ ഇന്നലെ പാർക്കിൽ പോയി. വി വെന്റ് ടു ദ പാർക്ക് യെസ്റ്റർഡേ. നെഗറ്റീവ്, ഞങ്ങൾ ഇന്നലെ പാർക്കിൽ പോയില്ല. വി ഡിഡ്ന്റ് ഗോ ടു ദ പാർക്ക്. ഇവിടെ വെന്റ് അല്ല, ഗോ. വി ഡിഡ്ന്റ് ഗോ ടു ദ പാർക്ക് യെസ്റ്റർഡേ. വി വെന്റ് ടു ദ പാർക്ക് യെസ്റ്റർഡേ. വി ഡിഡ്ന്റ് ഗോ ടു ദ പാർക്ക് യെസ്റ്റർഡേ. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ്, മായ ഇന്ന് രാവിലെ കാപ്പി കുടിച്ചു. മായ ഡ്രാങ്ക് കോഫി ദിസ് മോർണിംഗ്. മായ ഇന്ന് രാവിലെ കാപ്പി കുടിച്ചില്ല. നെഗറ്റീവ് എങ്ങനെ പറയും? മായ ഡിഡ്ന്റ്
drink coffee this morning. Maya didn't drink coffee this morning. ഇനി അടുത്ത സെന്റൻസ്, എനിക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ട്. I have a laptop. നെഗറ്റീവ് എന്താണ്? എനിക്കൊരു ലാപ്ടോപ്പ് ഇല്ല. എങ്ങനെ പറയും? I don't have a laptop. I have a laptop. I don't have a laptop. ഇനി അടുത്ത സെന്റൻസ്, അവൾക്കൊരു കാറുണ്ട്. She has a car. നെഗറ്റീവ് സെന്റൻസ് എന്താണ്? അവൾക്കൊരു കാറില്ല. She doesn't have a car. She has a car. She doesn't have a car. ഓക്കെ, നെഗറ്റീവ് വന്നപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. She has a car. She doesn't have a car. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ്, ഞങ്ങൾ നാളെ പാർക്കിൽ പോകും. We will go to the park tomorrow. അപ്പോൾ ഇതിന്റെ നെഗറ്റീവ് എന്താണ്? ഞങ്ങൾ നാളെ പാർക്കിൽ പോകില്ല. എങ്ങനെ പറയും? We will not go to the park tomorrow. അപ്പോൾ we won't go to the park tomorrow. We will go to the park tomorrow. We won't go to the park tomorrow. ഓക്കെ, അടുത്ത സെന്റൻസ്, അവൾ അവളുടെ ഹോംവർക്ക് ചെയ്യും. She will do her homework. നെഗറ്റീവ് സെന്റൻസ് എന്താണ്? അവൾ അവളുടെ ഹോംവർക്ക് ചെയ്യില്ല. She won't do her homework. She will not do her homework. She won't do her homework. Will not ന്റെ ഷോർട്ട് ഫോം ആണ് won't. ഓക്കെ, അപ്പോൾ she will do her homework. She won't do her homework. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ്, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. I have seen him. I have seen him. ഇതിന്റെ നെഗറ്റീവ് സെന്റൻസ് എന്താണ്? ഞാൻ അവനെ കണ്ടിട്ടില്ല. I have not seen him. I haven't seen him. I have not എന്നുള്ളതിന്റെ have not ന്റെ ഷോർട്ട് ഫോം ആണ് haven't. I haven't seen him. ഓക്കെ, അപ്പോൾ have കഴിഞ്ഞിട്ട് not വന്നു. ഇനി അടുത്ത സെന്റൻസ്, അവൾ കഴിച്ചിട്ടുണ്ട്. She has eaten. She has eaten. അവൾ കഴിച്ചിട്ടില്ല. എങ്ങനെ പറയും? She has not eaten. She hasn't eaten. She has not eaten. Okay, അപ്പോൾ she has eaten. She has not eaten. Okay, ഇനി അടുത്ത സെന്റൻസ്, അവൾക്ക് അവളുടെ ഹോംവർക്ക് ചെയ്യാൻ കഴിയും. She can do her homework. നെഗറ്റീവ് എന്താണ്? അവൾക്ക് ഹോംവർക്ക് ചെയ്യാൻ കഴിയില്ല. അവൾക്ക് അവളുടെ ഹോംവർക്ക് ചെയ്യാൻ കഴിയില്ല. എങ്ങനെ പറയും? She cannot. Can not. She can't. അപ്പോൾ she can't do her homework. She cannot do her homework. She can't do her homework. അപ്പോൾ she can do her homework. She can't do her homework. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ്, നീ പച്ചക്കറികൾ കഴിക്കണം. You should eat vegetables. ഇതിന്റെ നെഗറ്റീവ് എന്താണ്? നീ പച്ചക്കറികൾ കഴിക്കണ്ട എന്നാണ്. അപ്പോൾ you should not eat vegetables. ഓക്കെ, അപ്പോൾ ഇത്രയും പോസിറ്റീവ് സെന്റൻസും അതിന്റെ നെഗറ്റീവ് സെന്റൻസും ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഞാൻ പോസിറ്റീവ് സെന്റൻസ് പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ നെഗറ്റീവ് സെന്റൻസ് പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം കിട്ടാത്തത് നിങ്ങൾക്ക് സംശയം വന്നിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്റ്റക്കായിട്ടുണ്ട് പറയുമ്പോൾ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് അത് കണ്ടു നോക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പറയാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞു തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.